നമസ്കാരം, അമൃതാണ്. ഈ വാഹനം ഹ്യുണ്ടൈ ഡയറക്റ്റ് ആയിട്ടാണ് സെല് ചെയ്യുന്നത്. അതായത് കസ്റ്റമർക്കും സെല്ലർക്കും ഇടയിലുള്ള ഒരു റീസെയിൽ സെല്ലർ ഇതിനകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കസ്റ്റമർ എന്നുള്ള നിലയിൽ മാക്സിമം ബെനിഫിറ്റ്സ് ഈ വാഹനത്തിൽ കിട്ടും. സോ അയോണിക് 5 കുറിച്ച് ആദ്യമായിട്ട് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റൈലിംഗ് ആണ്. ആക്ച്വലി ഇത് വളരെ ഒരു ഓൾഡ് സ്കൂൾ കാറിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഹ്യുണ്ടൈയുടെ തന്നെ വളരെ പഴയ ഒരു പോണി എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ഉണ്ടായിരുന്നു. ആ ഒരു ഓൾഡ് സ്കൂൾ മോഡലിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻസ്പയർഡ് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ, പൂർണ്ണമായിട്ടും ഒരു മോസ്റ്റ് മോഡേൺ, അതായത് ഒരു അൾട്രാ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വാഹനം ആദ്യമായിട്ട് ഞാൻ കണ്ടപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഡിസൈൻ എലിമെൻറ്റ് ഞാൻ എടുത്ത് കാണിക്കാം. അതായത് ഈ വാഹനം കണ്ടു കഴിഞ്ഞാൽ 2 ലെയറായിട്ട് നമുക്ക് തോന്നും. അതായത് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് ഒരു ലെയർ, അതിൻ്റെ മുകളിലൊരു സാധനം എടുത്ത് വെച്ചിരിക്കുന്നത് പോലെ. ഇതിൻ്റെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് ഫ്ലോറിലാണ്. അപ്പോൾ അത് ശരിക്കും ഒരു ലാഡർ ഫ്രെയിം ഷാസി പോലെയാണ് ഇതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഫ്രെയിമിൽ തന്നെയാണ് ഇതിൻ്റെ ബാക്കിലത്തെ മോട്ടറും ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മോട്ടർ വന്നിട്ട് റിയർ വീൽ ഡ്രൈവുമാണ്. എന്നാൽ ഇതിൻ്റെ എയർകോൺ കൊണ്ടുവന്ന ഒരു ഫ്രണ്ടിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ GMP എന്ന് ഹ്യുണ്ടൈ വിളിക്കുന്ന പൂർണ്ണമായിട്ടും EVക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ വാഹനത്തിനുള്ളത്. അപ്പോൾ റിയർ ട്രാക്ഷൻ മോട്ടറും ഞാൻ ഈ പറഞ്ഞ ബാറ്ററി പാക്ക് ഇതിൻ്റെ ഫ്ലോറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ടും തന്നെ ഇന്റേണലി നല്ലതുപോലെ, അതായത് വീൽ ബേസ് നന്നായിട്ട് കൂട്ടിയിട്ട് അകത്ത് ആ ഒരു സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഹ്യുണ്ടൈക്ക് ഇതിനകത്ത് വളരെ സക്സസ്ഫുള്ളി സാധിച്ചിട്ടുണ്ട്. പിന്നെ റിയർ വീൽ ഡ്രൈവിൻ്റേതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ശരിക്കും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യും. അതുപോലെ ഈ ബാറ്ററി പാക്ക് ഫ്ലോറിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സ്റ്റെബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഫെറാറിയൊക്കെ എടുത്തു പോകുന്ന കണക്കുള്ള ഒരു പെട്ടെന്നൊരു ആക്സിലറേഷൻ, അത് പൊതുവേ EV മോട്ടോഴ്സിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. സഡൻ ആക്സിലറേഷനും ആ ഒരു സഡൻ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ ഞാൻ ശ്രദ്ധിച്ചത് അങ്ങനെ ഒരു സഡൻ ടോർക്കും അല്ലെങ്കിൽ ഒരു വളരെ പെട്ടെന്ന്, എനിക്ക് തോന്നുന്നു 0 to 100 വളരെ മിനിമൽ സെക്കൻഡ്സിന് ഇതിന് അച്ചീവ് ചെയ്യാൻ കഴിയും. എന്നാൽ അതിനോടൊപ്പം തന്നെ നല്ല ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഈ വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി പൊതുവെ ഈ ഫ്ലോറിൽ വരുന്ന ബാറ്ററി പാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ അത് നല്ലൊരു രീതിയിൽ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ഇഷ്യൂവിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യുണ്ടൈ ഇതിനകത്ത് 20 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വാഹനം എന്തുകൊണ്ടാണ് ടെസ്ലയ്ക്ക് ഒരു നല്ല കോമ്പറ്റീറ്റർ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് റീസൺ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ റിയൽ വീൽ ഡ്രൈവ് സിസ്റ്റം തന്നെയാണ്. പിന്നെ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഫ്ലോറിൽ ബാറ്ററി അറേഞ്ച്മെൻറ്റ്. പിന്നെ തേർഡ് ഫിറ്റ് ആൻഡ് ഫിനിഷ്. നമ്മളെപ്പോഴും ടെസ്ല യൂസേഴ്സിൽ നിന്ന് പരാതി കേൾക്കുന്നതാണ് പാനൽ ഗ്യാപ്പും. അത് ഡാഷ്ബോർഡിലായിരുന്നാലും പുറമേ ഉള്ള ബോഡി സ്ട്രക്ചറിലായിരുന്നാലും ഡിസൈൻ സൂപ്പറാണ്, പക്ഷേ എങ്കിലും മൈനറായിട്ടുള്ള കുറച്ച് അലൈൻമെൻറ്റ് ഇഷ്യൂസും അല്ലെങ്കിൽ പാനൽ ഗ്യാപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള കുറേ പരാതികൾ ഞാൻ US ബേസ്ഡ് ആയിട്ടുള്ള കാർ റിവ്യൂവേഴ്സിൽ കേൾക്കാറുണ്ട്. എന്നാൽ ഹ്യുണ്ടൈയുടെ ഡിസൈൻ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാറ്റ്സ് ഓഫ്. ഒരു പാനൽ ഗ്യാപ്പും ഇല്ല, വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്. നമുക്കറിയാം ഓൾറെഡി ഒരു EV എന്ന് പറയുന്നത് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാറാണ്. അപ്പോൾ ആ ഒരു എക്കോ ഫ്രണ്ട്ലിനെസ്സിനെ കുറച്ചും കൂടെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇതിനകത്തുള്ള പല പാർട്സും, അതായത് ഇതിൻ്റെ ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് റീസൈക്കിൾഡ് ബോട്ടിൽസ് വെച്ചിട്ടാണ്. അതുപോലെ എക്കോ പ്രോസസ്ഡ് ആയിട്ടുള്ള ലെതറാണ് ഇതിൻ്റെ സീറ്റ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ലെതർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എങ്കിലും അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഡൈസ് എല്ലാം ഫ്ലാക്സീഡ് ഓയിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് പ്ലാന്റ്സ് ആർ ടേൺ ടു കോമ്പണൻസ് ഫോർ ഹെഡ് ലൈനിങ് ആൻഡ് കാർപ്പറ്റ്സ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഫ്ലവേഴ്സ് ആർ ടേൺ ടു പെയിന്റ്. ക്രാഷ് പാഡ് ആൻഡ് ഡോർ ട്രിംസ് ആർ പെയിന്റഡ് വിത്ത് ബയോ പെയിന്റ് ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഓയിൽ എക്സ്ട്രാക്റ്റഡ് ഫ്രം പ്ലാന്റ്സ് സച്ച് ആസ് റേപ്പ് ഫ്ലവേഴ്സ് ആൻഡ് കോൺ. ഇതൊക്കെ കുറച്ചൊരു എക്സാജറേഷൻ ആയിരിക്കാം, എങ്കിലും ഇതിനകത്തൊരു എക്കോ ഫ്രണ്ട്ലിനെസ്സിന്റെ ആഘോഷമാണ്. ഇനി ടെസ്ലയായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ മേജർ അഡ്വാൻറ്റേജസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതായത് ഈ വാഹനത്തിന് 600+ കിലോമീറ്റേഴ്സ് ഡ്രൈവ് റേഞ്ച് ഉണ്ട്. അതായത് നമ്മൾ ഇവിടുന്ന് ട്രിവാൻഡ്രത്തുനിന്ന് ഒരു തവണ എറണാകുളം പോയി തിരിച്ചു വന്ന് വീണ്ടും നമുക്ക് ഒരു 200 കിലോമീറ്റേഴ്സ് കന്യാകുമാരി വരെ പോകാനുള്ള സ്കോപ്പ് ഉണ്ട് ഇതിനകത്ത്. പൊതുവേ നമ്മൾ EVസിനെ ഒരു ലോങ് റേഞ്ച് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ട്രാവലിനോ അല്ലെങ്കിൽ ഒരു ലോങ് ക്രൂസറോ ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. അത് മെയിനായിട്ടും ഡ്രൈവ് റേഞ്ചും അതുപോലെ ഇടയ്ക്ക് ചാർജ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നം കൊണ്ടാണ്. എന്നാൽ ഈ ഒരു വാഹനത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് 18 മിനിറ്റ് ചാർജിങ് കൊണ്ട് ഏതാണ്ട് വാഹനത്തിൻ്റെ 80% റീചാർജ് ചെയ്യാൻ കഴിയും. അത് 350+ കിലോവാട്ട് DC ചാർജർ വെച്ചിട്ടാണ് ആ ഒരു ചാർജിങ് പോസിബിൾ ആവുന്നത്. ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഗ്ലോബലി വലിയൊരു സക്സസ് ആവുന്നതിന് പിന്നിലെ ഏറ്റവും വലിയൊരു വിജയ രഹസ്യം എന്ന് പറയുന്നത് റീജൻ ബ്രേക്കിംഗ് ആണ്. അപ്പോൾ എന്താണ് ഈ റീജൻ ബ്രേക്കിംഗ് അല്ലെങ്കിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ ബ്രേക്ക് എനർജി റീജനറേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കൺവെൻഷണൽ ഗ്യാസലിൻ എഞ്ചിൻ, അതായത് ഒരു ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അവിടെ തെർമൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ അവിടെ നമ്മൾ വാഹനത്തിനെ നിർത്താനായിട്ട് നമ്മൾ ബ്രേക്ക് പെഡൽ ചെയ്യുന്ന സമയത്ത് ഡിസ്ക് ബ്രേക്സ് വന്ന് ഡിസ്കിൽ പിടിച്ചിട്ട് അവിടെ ഒരു ഹീറ്റ് എനർജി റിലീസും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവിടെ ബ്രേക്കിംഗ് സംഭവിക്കുന്നത്. അതേസമയം ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം.
അപ്പോൾ ഒരു EVയിൽ ബ്രേക്ക് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇലക്ട്രിക്കൽ മോട്ടർ തന്നെ ഒരു ജനറേറ്ററായിട്ട് കൺവേർട്ട് ആവുകയാണ്. അപ്പോൾ ആ ഇലക്ട്രിക്കൽ മോട്ടർ തന്നെ ഒരു ജനറേറ്റർ അല്ലെങ്കിൽ ഒരു ഡൈനാമോ ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് അത് വീണ്ടും ഇലക്ട്രിക്കൽ എനർജീനെ റീജനറേറ്റ് ചെയ്ത് ബാറ്ററിയിലോട്ട് സ്റ്റോർ ചെയ്യും. ഇത് നമുക്ക് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിലും ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിവൈസസ് ആണ് ഈ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു റിസൾട്ടൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു എനർജി റീജനറേഷൻ നടക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി വാഹനം സ്ലോ ഡൗൺ ആവും. അതായത് ആ ഒരു ടോർക്ക് കുറഞ്ഞു വരും. അപ്പോൾ ഇതാണ് ശരിക്കും റീജനറേറ്റീവ് ബ്രേക്കിംഗ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം ബ്രേക്ക് സപ്ലൈ ചെയ്യേണ്ടി വരുന്നില്ല. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള EVസിലെല്ലാം ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ പോലും പെഡൽ എന്ന് പറഞ്ഞിട്ടൊരു 4th ലെവൽ റീജനറേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു മോഡൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഒരു ടോയ് കാർ ഓടിക്കുന്ന കണക്കാണ്. അതായത് നമ്മൾ പെഡൽ ചെയ്യുന്ന സമയത്ത് മാത്രം വാഹനം മുന്നോട്ട് കുതിച്ചു പോകും, എന്നാൽ പെഡലിൽ നമ്മൾ വിടുമ്പോൾ തന്നെ ഒരു ബ്രേക്കിംഗ് എഫക്റ്റ് ആണ് വാഹനത്തിന്. അപ്പോൾ അത്രയും ശ്രദ്ധയോടുകൂടി ഒരു ഓട്ടോമൊബൈൽ എന്തൂസിയാസം ഉള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം മേ ബി ഈ ഒരു പെഡൽ ഡ്രൈവിംഗ് കുറച്ചൊരു ഫൺ ടു ഡ്രൈവ് ആയിരിക്കാം. എങ്കിലും നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്, അതായത് നമ്മൾ പെഡലിൽ നിന്ന് കാലെടുത്ത്, അതായത് ആക്സിലേറ്റർ പെഡലിൽ നിന്ന് നമ്മൾ കാലെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വാഹനം സ്ലോ ആവും. അപ്പോൾ ഈ ലെവൽ 4 പെഡൽ മോഡിലിട്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് ഈ 600+ കിലോമീറ്റേഴ്സ് ഡ്രൈവ് റേഞ്ച് ഈ വാഹനത്തിന് അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ലെവൽസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ലെവലിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു റീജൻ ബ്രേക്കിംഗ് അത്രത്തോളം എഫക്റ്റ് ചെയ്യത്തില്ല. നമുക്ക് വളരെ ഒരു നോർമൽ കാർ ഓടിച്ചു പോകുന്നത് പോലെ വളരെ ഒരു ഫൺ ടു ഡ്രൈവ് ആയിട്ട് പോവാം. എങ്കിലും ഈ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു എമർജൻസി ബ്രേക്കിംഗ് സിറ്റുവേഷനിൽ അത് അത്രത്തോളം എഫക്റ്റീവ് അല്ല. അപ്പോൾ അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷനിലെല്ലാം സാധാരണ കൺവെൻഷണൽ ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് ഈ ഒരു വാഹനത്തിലും സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യത്തിൽ ടെസ്ലയായിട്ട് ഈ ഒരു വാഹനത്തിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ക്ലിയർ വിന്നർ തന്നെയാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹ്യുണ്ടായിയുടെ പോണി എന്ന് പറയുന്ന ഒരു ഓൾഡ് സ്കൂൾ കാറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നെങ്കിലും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എസ്തെറ്റിക്സ്. അത് എടുത്തു പറയേണ്ടത് ഇതൊരു പിക്സലൈറ്റ് ഡിസൈനാണ് ത്രൂ ഔട്ട്. അതായത് ഇതിൻ്റെ ഓരോരോ LED ലൈറ്റ്സ് എടുത്താലും നമുക്കറിയാം നമ്മളിന്ന് ജീവിക്കുന്ന യുഗത്തിൽ അപ്പാർട്ട് ഫ്രം വാട്ട് വി സീ നാച്ചുറലി നമ്മൾ കാണുന്നതിനപ്പുറത്ത് ഒരു ഫോട്ടോ ആയിട്ട് നമ്മൾ എന്ത് കണ്ടാലും അതെല്ലാം പിക്സലൈറ്റഡ് വേർഷൻസ് ആണ്. അപ്പോൾ മേ ബി അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടായിരിക്കാം ഈ ഒരു പിക്സലൈറ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഓരോരോ കുഞ്ഞു LED ലൈറ്റ്സ് എടുത്താൽ എക്സ്റ്റീരിയറിലുള്ള എല്ലാ ലൈറ്റ്സും ഒരു പിക്സൽ ഫോമാറ്റിലാണ്. അതിപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ആയിരുന്നാലും ബാക്കിലത്തെ ടെയിൽ ലാംപ്സ് ആയിരുന്നാലും ഹെഡ്ലൈറ്റ്സ് ആയിരുന്നാലും എല്ലാത്തിനും ഒരു പിക്സൽ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ്. ഇനി പിക്സൽസ് ഒരു സർക്കുലർ അലോയ് വീലിൽ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാമെന്നുള്ളതും ഉണ്ടായി നമുക്ക് അതിൻ്റെ അലോയ് വീലിൻ്റെ ഡിസൈനിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിന് ടെസ്ലയായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ടെസ്ലയ്ക്കകത്തൊരു വലിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, ഒരു വലിയ ടാബ് തന്നെയാണ് അവർ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. എങ്കിലും ടെക്നോളജി, അതായത് ഗാഡ്ജറ്റ് സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം സൗത്ത് കൊറിയൻസും ഒട്ടും പുറകിലല്ല. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഡാഷ്ബോർഡ് തന്നെ അവർ വളരെ ഒതുക്കിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കൺസോൾ ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് സ്പേസ് അവർക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ആംറസ്റ്റ്, ഫ്രണ്ടിലത്തെ ആംറസ്റ്റ് വന്നിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ടും പിന്നിലോട്ടും സ്ലൈഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് സ്ലൈഡ് ചെയ്യാന്നുള്ളതുകൊണ്ടും ആ ഒരു ഫ്രണ്ടിൽ കൺസോൾ ഇല്ലാത്തതുകൊണ്ടും നമുക്ക് ഫ്രണ്ടിലത്തെ 2 സീറ്റിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കെ വളരെ എളുപ്പമാണ്. അതായത് നമ്മൾ വളരെ ടൈറ്റായിട്ടൊരു പാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലൂടെ ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ പറ്റും. പിന്നെ അകം ഫുള്ളൊരു ബീച്ച് ഇൻറ്റീരിയേഴ്സാണ്. അതുകൊണ്ട് തന്നെ അകത്തൊരു നല്ല റൂമിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ലോങ് ഡ്രൈവൊക്കെ കഴിഞ്ഞിട്ട് ഒരു നാപ്പ് എടുക്കത്തക്ക വിധത്തിൽ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ 2 സീറ്റ്സും റിക്ലൈൻ ചെയ്യാൻ പറ്റും. അതിനവർ റിലാക്സേഷൻ മോഡെന്നാണ് പറയുന്നത്. അത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യത്തില്ല. അല്ലാതെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് ഈ ഒരു റിലാക്സേഷൻ മോഡിലോട്ട് സീറ്റ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ട് മുകളിലത്തെ വിഷൻ പ്രോ റൂഫും ഒക്കെ തുറന്നു വെച്ചിട്ട് സൂര്യൻ്റെ പ്രകാശമൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ റിലാക്സ് ചെയ്യാം. അതും അത്യാവശ്യം നല്ല ഡ്രൈവ് റേഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ എയർ കോണൊക്കെ ഇട്ട് നമുക്ക് അങ്ങനെ റിലാക്സ് ചെയ്യാം. ഇനി ബാക്ക് സീറ്റ്സിൻ്റെ കംഫർട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇത് റിയർ വീൽ ഡ്രൈവ് ആണ്. മാത്രമല്ല ഇതിൻ്റെ ബാറ്ററി പാക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫ്ലോറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസ്മിഷൻ ടണലോ അങ്ങനെ ഒന്നുമില്ല, വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലോറാണ്. അതുകൊണ്ട് തന്നെ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ബാക്ക് സീറ്റ്സിലും ഇരിക്കാം. അതും ബാക്ക് സീറ്റ്സിൻ്റെ റിക്ലൈനിങ് ആംഗിൾ കുറച്ചും കൂടെ റിക്ലൈൻ ചെയ്യാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. ഇനി ടെസ്ലയായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് വെഹിക്കിൾ ടു ലോഡ്. പൊതുവെ ടെസ്ല കാസിലാണ് നമ്മളിത് കണ്ടിട്ടുള്ളത്. അതായത് നമ്മളൊരു ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വെഹിക്കിളിലെ ചാർജ് നമുക്ക് പുറമേ എടുത്ത് മറ്റ് ഗാഡ്ജറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് അകത്തും പോസിബിളാണ്. അകത്ത് ബാക്ക് സീറ്റ്സിൻ്റെ താഴെയായിട്ട് ഒരു പ്ലഗ് ആൻഡ് പ്ലേ സോക്കറ്റ് ഉണ്ട്.
അതിലെടുത്ത് പറയേണ്ടത് ഈ ഫ്രണ്ട് സീറ്റ്സ് പ്ലസ് ആ ഒരു കൺസോളും കൂടെ നമുക്ക് ഫ്രണ്ടിലോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു റൂമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അവിടെ നമുക്കൊരു ടേബിളൊക്കെ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലാപ്ടോപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യാനും പറ്റും. ഇനി വാഹനത്തിന്റെ വിഡ്ത്ത് ഓവറോൾ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ, കുറച്ച് വൈഡർ ആയതുകൊണ്ട് തന്നെ റിയർ സീറ്റ്സിൽ 3 പേർക്ക് കുറച്ച് ക്രാംഡ് ആയിട്ടായിരുന്നാലും ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് എൻ്റെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സേഫ്റ്റി ഫീച്ചേഴ്സ് എടുത്ത് പറയേണ്ടതാണ്. ADAS ലെവൽ 2 അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അഡീഷണൽ കുറേ ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഫോർവേഡ് കൊളിഷൻ അവോയ്ഡൻസ് അസിസ്റ്റ്, അതുപോലെ ലൈൻ കീപ്പിംഗ്, അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ്. ഇനി ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അകത്ത് ഇൻസൈഡ് പോകുന്ന ഒരു ടൈപ്പാണ്. അത് കുറച്ചും കൂടെ ഒരു എയറോഡൈനമിസിറ്റി അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ആ ഒരു എയറോഡൈനമിക് നേച്ചറിനെ കുറച്ചും കൂടെ അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗ്ലോബലി ടെസ്ലയ്ക്ക് നല്ലൊരു കോമ്പറ്റീറ്ററാണ് ഹ്യുണ്ടായിയുടെ Ioniq 5 ആയിരുന്നാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള Ioniq 6ഉം വന്നിട്ടുണ്ട്. അതായത് 2022 വേൾഡ് കാർ അവാർഡ്സിൽ വേൾഡ് കാർ ഓഫ് ദ ഇയർ, വേൾഡ് ഇലക്ട്രിക് വെഹിക്കിൾ ഓഫ് ദ ഇയർ, വേൾഡ് കാർ ഡിസൈൻ ഓഫ് ദ ഇയർ, ഇത് 3ഉം Ioniq 5 ആണ് വിൻ ചെയ്തത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹ്യുണ്ടായി ഇത് ഡയറക്റ്റ് സെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ, ഇത് കമ്പനിയാണ് ഡയറക്റ്റ് സെയിൽ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വളരെ മികച്ചൊരു സർവീസ് സപ്പോർട്ട് നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് Ioniq 5നെ കുറിച്ചുള്ള എൻ്റെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ്. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. Negotiation. I refuse to think we need saving. Something good will come from creation. And when we think that the world is too anxious, we'll adapt, evolve, survive and save it. What keeps you up at night, yeah? Make all the demons quiet, yeah. We